ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 5 മനോഹരമായ ഒരു ഫാക്റ്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ കേൾക്കാൻ ചാൻസ് കുറവുള്ളത് എന്ന് വെച്ചാൽ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ 5 മനോഹരമായ ഒരു ഫാക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സാധാരണ ഒരു പൂച്ച എത്ര കൊല്ലമായിരിക്കും ജീവിക്കുക? അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 13 വർഷം മുതൽ 17 വർഷം വരെ ആയിരിക്കും സാധാരണ ഒരു പൂച്ചേൻ്റെ ലൈഫ് സ്പാൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു 38 വർഷം ജീവിച്ച ഒരു പൂച്ചയെക്കുറിച്ചും ഈ ഒരു ഫാക്റ്റിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ എൻ്റെ വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക. ആദ്യത്തെ ഫാക്റ്റ് എന്തുവാന്ന് വെച്ചാൽ, ഈ നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന ഈ വീടുകളിലും പുറത്തൊക്കെ ചിലപ്പോൾ ഈ ഒച്ച് വന്നിരിക്കൂലേ, ഒച്ചുകൾ, സ്നെയിൽസ്. അപ്പോൾ ഈ സ്നെയിൽസിന് എത്രത്തോളം പല്ലുണ്ടാവുമെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഏകദേശം 14,000 മുതൽ 20,000 വരെ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പല്ലുകൾ ഈ ഒച്ചുകൾക്കുണ്ട്, ഈ സ്നെയിൽസിനുണ്ട്. അതൊരു റിബൺ പോലത്തെ ഒരു സാധനത്തിലാണ് ഈ പല്ലിരിക്കുന്നത്. അതിൻ്റെ പേര് റാഡുല. ഏകദേശം ഈ സാധാരണ നമ്മളിപ്പം ഈ തോട്ടത്തിലൊക്കെ കാണുന്ന, ഗാർഡനിങ്ങിലൊക്കെ കാണുന്ന പോലത്തെ സാധാ ഒച്ചുകൾക്ക് ഏകദേശം 14,000-ഉം, ചില വേറൊരു പല ടൈപ്പ് സ്നെയിൽസുകളുണ്ടല്ലോ, ആ വേറെ ടൈപ്പ് സ്നെയിൽസിന് 20,000 പല്ലുകളുള്ള സ്നെയിൽസ് വരെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വ്യൂവിൽ നിന്നാണ്. രണ്ടാമത്തെ ഫാക്റ്റ് എന്തുവാന്ന് വെച്ചാൽ, ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ഐഡൻറ്റിക്കൽ ട്വിന്നിനെ എടുത്താൽ പോലും അവരുടെ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. സയൻസ് ഇപ്പോൾ ഇത് പറയാൻ കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് ഗർഭപാത്രത്തിൽ കിടന്നിട്ടുള്ള പല ഫാക്ടേഴ്സാണ് സയൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐഡൻറ്റിക്കൽ ട്വിൻസിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്സും യൂണിക് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്സുമാണ് ഉള്ളത്. മൂന്നാമത്തെ ഫാക്റ്റ് എന്തുവാന്ന് വെച്ചാൽ, ലോകത്തെ ഏറ്റവും വയസ്സ് കൂടിയ പൂച്ചയ്ക്ക് അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 38 വയസ്സും 3 ദിവസമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം. അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ജാക്ക് ഫെറി, ഒരു ഓക്സിൻ, ടെക്സസ്, US പൗരനാണ്. പിന്നെ അതിൻ്റെ പേര് ക്രീമി പഫ്. ആ ഒരു പൂച്ചേൻ്റെ പേരെന്ന് പറയുന്നത് ക്രീമി പഫ്. അത് ജനിച്ചത് August 3, 1967-ലും. പിന്നെ അത് മരിച്ചത് ഡൈഡ് ഇൻ August 6, 2005. ഏകദേശം 38 വർഷവും 3 ദിവസവുമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു പൂച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 13 മുതൽ 17 വർഷമാണ്. ചില പൂച്ചകളൊക്കെ 20 വർഷം വരെ പോകും. പക്ഷേ എന്നിരുന്നാൽ പോലും നോർമലായിട്ടുള്ള ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 30 years to 17 years ആണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സ്പാൻ ഏകദേശം 38 വർഷവും 3 ദിവസമായിരുന്നു ഇതിൻ്റെ ലൈഫ് സ്പാൻ. ഇപ്പോൾ കറൻ്റ്ലി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറും കൂടെയാണ് ഈ ക്രീമി പഫ് എന്ന് പറയുന്ന പൂച്ച. ഈ പൂച്ചേൻ്റെ പേരാണ് ക്രീമി പഫ്. ഏകദേശം 38 വർഷവും 3 ദിവസവുമാണ് ഇത് ജീവിച്ചത്. രണ്ടാമത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഏത് കൺട്രിക്കാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഒരു മനസ്സിൽ ഏതായിരിക്കും ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു രാജ്യം, ഒരു കൺട്രി ഏതായിരിക്കും? എനി ഐഡിയ? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഫിൻലാൻഡിനാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞ റാങ്ക് കിട്ടുന്നത്. ഒന്നാമത്തെ റാങ്ക് ഫിൻലാൻഡാണ് എപ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞ് ഫിൻലാൻഡാണ്. ഇപ്പോൾ ഈ 2025-ലും ഫിൻലാൻഡിനാണ് ഫസ്റ്റ് ആയിട്ട് ഹാപ്പിയസ്റ്റ് കൺട്രിയിൽ റാങ്ക് ഒന്നാമത് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഫ്ലെമിംഗോസിനെ അറിയില്ലേ? ആ ഫ്ലെമിംഗോസിൻ്റെ കളർ, ആ ഒരു ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള കളറ് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്? ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള കളർ അത് ജനിക്കുമ്പോഴേ വരുമോ ഈ ഒരു ഡാർക്ക് പിങ്കിഷ് ആയിട്ടുള്ള കളർ? ഇല്ല, വരില്ല. അത് ജനിക്കുന്നത് ഗ്രേയിഷ് വൈറ്റ് കളറിലാണ് അത് ജനിക്കുന്നത്. അതിപ്പോൾ ജനിക്കുന്നത് ഗ്രേയിഷ് വൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത്. അല്ലെങ്കിൽ ഗ്രേയിഷ് വൈറ്റ്, അല്ലെങ്കിൽ ഒരു പെയിൽ പിങ്ക്, മറ്റേ ഡാർക്കായിട്ടുള്ള പിങ്കൊന്നും അല്ല. ഈ ഒരു പെയിൽ രീതിയിലത്തെ ഒരു പിങ്ക്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഈ കളർ വരുന്നത് അതിൻ്റെ ഫുഡ്, അതിൻ്റെ അവർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഫുഡിൻ്റെ ബേസിലാണ് ഇവർക്ക് ഈ കളർ നല്ലോണം കയറി വരുന്നത്. ഇവർ ഏത് ടൈപ്പ് ഫുഡാണ് തിന്നുന്നതെന്ന് അറിയുമോ? ആൽഗേസും പിന്നെ ഈ ചെറിയ ചെറിയ ഷ്രിമ്പുകളില്ലേ, അതും ആണ് തിന്നുന്നത്. ഏകദേശം ആ ഒരു
ഈ ഷ്രിമ്പിലും ആൽഗീസിലൊക്കെ കാർട്ടിനോയിഡ് എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് ഉണ്ട്. ഈ പിഗ്മെൻ്റാണ് ഇവർക്ക് ഈ ഒരു നിറം വരാൻ കാരണം. ഇത് ഞാൻ പറയുന്നതല്ല, സയൻസ് പറയുന്നതാണ് കേട്ടോ. ഈ റെഡ് ഓറഞ്ച് പിഗ്മെൻറ്റ്, അതിനെ ഒരു കാർട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ഈ ഒരു റെഡ് ഓറഞ്ച് കളറിൽ വരും. ആ ഒരു പിഗ്മെൻറ്റ്സ് ഈ ഫുഡ് കഴിക്കുന്ന വഴിയാണ് ഇവർക്ക് ഈ ഒരു കളറ് വൈബ്രൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ജനിക്കുമ്പോൾ ഏകദേശം ഒരു ഗ്രേഷ് വൈറ്റ് കളറായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്. മനോഹരമായ ഒരു 5 പുതിയ അറിവുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി.